ചോറിന് വിശപ്പിരട്ടിയാക്കുന്ന പാലക്കാടിൻ്റെ സ്വന്തം പുളിഞ്ചാർ ഒരിക്കൽ കഴിച്ചാൽ ഈ രുചി മറക്കില്ല. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത്. അതിനുവേണ്ടി വളരെ കുറച്ച് ഐറ്റംസ് മതി. ഇത്രയും ഐറ്റംസ് കൊണ്ട് നമുക്കൊരു അടിപൊളി പുളിഞ്ചാറ് നമുക്ക് പാലക്കാടിൻ്റെ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടി ചൂടാകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ചൂടായി കഴിയുമ്പോൾ അതിന് കടുക് വറക്കാൻ പാകത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവാൻ കാത്തിരുന്നിട്ട് നമ്മൾ 2 സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഇതിന് വേണ്ടിയിട്ട് ഒരു തണ്ട് കറിവേപ്പില, പിന്നെ വറ്റൽ മുളക്, പച്ചമുളക്, പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള, ഇത്രയും ഐറ്റംസ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റുന്നതിന് മുൻപ് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ. അപ്പോൾ നമ്മളത് വഴറ്റണയിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ സബോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വരണം. അപ്പോൾ നമ്മൾ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിതൊന്ന് വഴന്നു വന്നു കഴിഞ്ഞിട്ട് നമ്മളിനി ഇതിനകത്തേക്ക് ചേർക്കേണ്ട മെയിൻ ഐറ്റംസ്, ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് പുളി പിഴിഞ്ഞ വെള്ളമാണ്. അപ്പം നമ്മളിനി ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമ്മളൊരു നാരങ്ങ വലിപ്പത്തിൽ ഒരു പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ നീര് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. പുളി പിഴിഞ്ഞത് ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. ഞാൻ ഒരു നാരങ്ങ വലിപ്പത്തിലാണ് പുളി എടുത്തേക്കുന്നത്. എന്നിട്ട് വെള്ളം കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് പിഴിഞ്ഞെടുത്തു ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ നോക്കണം അതിന് വെള്ളം അല്പം കൂടി ചേർക്കണമെന്ന്. അപ്പം ഞാൻ ഇളക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി വെള്ളം കൂടി ഒന്ന് ചേർക്കണം എന്ന് തോന്നി. അപ്പം ഞാൻ ഇച്ചിരി വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമ്മളിത് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം നമ്മൾ ഈ പാലക്കാടുകാർക്ക് ഇത് ഭയങ്കര വിശേഷപ്പെട്ട ഒരു കറിയാണ്. അവർക്ക് മീനും ഇറച്ചിയൊന്നും ഇല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ ഈ രസമൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ നമ്മളങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇന്നിപ്പം ഞാൻ ഓർത്തു നിങ്ങളെ കൂടി കാണിക്കാം, പാലക്കാടുകാരുടെ പുളിഞ്ചാറൊന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ഇത് പാലക്കാടുകാരുടെ ഒരു വിശേഷപ്പെട്ട ഒരു കറി തന്നെയാണ്. അപ്പം കറി ഏകദേശം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു. നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകണം. അപ്പോൾ നമ്മളിത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ പാലക്കാടുകാരുടെ പുളിഞ്ചാറ്. അവിടെയുള്ളവർക്ക് ഇതൊരു ഭയങ്കര വിശേഷപ്പെട്ട ഒരു കറിയാണിത്. അവർക്ക് ശരിക്കും ഇതുണ്ടെങ്കിൽ മാത്രം മതി ചോറുണ്ണാൻ. അപ്പം അത്രയ്ക്കൊരു വിശേഷപ്പെട്ട. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാലക്കാടുകാരുടെ പുളിഞ്ചാറാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൊടുത്ത് കമൻറ്റും കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.